ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഉർവശി പറഞ്ഞ കാര്യം എല്ലാം മുത്തശ്ശിക്ക് അറിയാൻ മോളെ. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉർവശി അനാവശ്യം പറയരുത്. അത് ദേ ഇവരോട് രണ്ടുപേരോടും പറ. കാരണം കണിമംഗലത്ത് അനാവശ്യം കാണിക്കുന്നതേ ഇപ്പതേ ഇവര് രണ്ടുപേരും. എന്തായിരുന്നു രണ്ടുപേരുടെ പ്രണയവും കൊഞ്ചിക്കൊഴയലും? അല്ല, ഞാനെന്തിനാ ഇതൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടുന്നേ? ഏട്ടത്തെ ഒന്ന് കണ്ടാ മതി. പോയല്ലോ. എടുത്ത് ഈ ഫോൺ എന്താ ചെയ്തേ? ഞാനെന്താ ചെയ്തേ? ഞാനത് അവിടുന്ന് എടുത്തു എന്നുള്ളത് സത്യോ. നേരെ നിന്റെ കൈ കൊണ്ടുവന്ന് തരുകയും ചെയ്തു. അയ്യോ, ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിലില്ലല്ലോ. അതെങ്ങനെയാ? ഈ വീട്ടില് കുട്ടിച്ചാത്തനുണ്ടോ? നീ ഇത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചിരുന്ന സാധനം കാണാതാവാൻ? അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. വരുണും രാധികയും തമ്മിലുള്ള ബന്ധം നേരിട്ട് കണ്ട് വീഡിയോ എടുത്ത് എടുത്തേ കാണിക്കാന്ന് വിചാരിച്ചു. വരുണും രാധികയും തമ്മില് തെറ്റായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് വിശ്വസിച്ചില്ലല്ലോ. അന്ന് എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ വരുണും രാധികയും തമ്മിലുള്ള ബന്ധം ഞാൻ നേരിട്ട് കണ്ട് അത് എടുത്തേ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ദേ വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നെ. ഞാൻ ദേ ഇവിടെ ഫോൺ വെക്കുകയാണേ. പത്മിനി, ഉർവശിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതിന് നിന്നെ ഉപയോഗിക്കാമെന്ന് അവള് വിചാരിച്ചത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല. സത്യത്തില് ഇവക്കും കൽപ്പനയ്ക്ക് എന്താ കുഴപ്പം? ഒരാളെ ഇഷ്ടമല്ല, ഒരാള് നേരെ നടക്കുന്നത് കണ്ടുകൂടും. അമ്മേ, നേരെ ചൊവ്വേ നടക്കുന്നത് കണ്ടാലേ എനിക്ക് നന്നായിട്ട് അറിയാം. വരുണും രാധികയും തമ്മിൽ എന്താ ബന്ധമെന്നേ അമ്മയ്ക്കറിയോ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. എന്താ നിങ്ങൾ തമ്മിൽ നടക്കുന്നേ? എനിക്കറിയില്ല. ആ, ഞാനും വരുണും തമ്മില് തെറ്റായ ഒരു ബന്ധമില്ല. ചെറിയമ്മ ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷേ അത് പലരുടെയും അഭിമാനത്തിന് മുറിവേക്കുന്ന കാര്യമാണ്. എടാ മോനെ, ആ വീഡിയോ ഡിലീറ്റ് ആയി പോയതിന്റെ പേരില് നീ എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നീയും ഇവളും തമ്മില് നേരായ ബന്ധമല്ലെന്ന് കൃത്യമായിട്ട് അറിവുള്ള ആളാ ഞാൻ. മതി, ഉർവശി ഇനി ഒന്നും സംസാരിക്കണ്ട. പല തവണയായിട്ട് ഞാൻ ഉർവശിക്ക് താക്കീത് തരിക, കുട്ടികളെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഏട്ടത്തി, ഞാൻ പറഞ്ഞതും കണ്ടതും സത്യ. പ്രിയങ്കയുടെ തടസ്സം ഒഴിഞ്ഞു കിട്ടിയപ്പോ രണ്ടെണ്ണം കൂടി ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുക. ഒന്ന് നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത്? ആരെ കുറിച്ച് എന്ത് അപവാദവും പറയണം, എന്നിട്ട് പറഞ്ഞു ജയിക്കണം. ഇത്തരത്തിലാണ് നിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ ദേ എനിക്കിത് വരുണിന്റെ അച്ഛനോട് പറയേണ്ടി വരും.
അതിന്റെ പേരില് നിങ്ങൾ കണിമംഗലത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാ ചന്ദ്രശേഖരനായാലും ഉർവശിയായാലും ഒരു പരാതി പറഞ്ഞാ ഞാനോ അമ്മയോ കേൾക്കില്ല. നടക്കട്ടെ. പക്ഷേ ഞാൻ ഈ പറഞ്ഞതേ ഏട്ടത്തി മനസ്സിൽ കുറിച്ചു വെച്ചു. കാണാനുള്ളത് ദൈവം ഏട്ടത്തിയുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു തരും. അന്ന് നീ പറഞ്ഞത് ഏട്ടത്തി തിരുത്തുകയും ചെയ്യും. രാധികെ, ഉർവശി പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവരുത്. അമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സത്യ. എനിക്ക് നിന്നെ അവിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. വരുൺ, നീ വിവാഹിതനാ. നിന്റെ ഭാര്യ പ്രിയങ്ക ഇപ്പൊ ജയിലില്ല. അവള് തിരിച്ചു വരും. അവൾ അവസാനം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അരുതാത്ത ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാൻ ഇടവരുത്തരുത്. ഇത് എന്തൊരു കഷ്ടം മുത്തശ്ശി. ഇങ്ങനെയൊക്കെ ആളുകളെ അപമാനിക്കാന്ന് പറഞ്ഞ പോട്ടടാ, മുമ്പയ്ക്ക് പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും കണിമംഗലത്ത് നിന്ന് നീ പുറത്തു പോവില്ല. പിന്നെ ഉർവശി പറഞ്ഞ കാര്യം എല്ലാം മുത്തശ്ശിക്ക് അറിയാൻ മോളെ. അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മുത്തശ്ശി ഒന്നിപ്പിക്കും. അത് മുത്തശ്ശിയുടെ ഉറച്ച തീരുമാനം. മുത്തശ്ശി കൂട്ടുണ്ടെങ്കിൽ വരണ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനി ഒരുപാട് സൂക്ഷിക്കണം.